ഹല്ലേലൂയ. നാം ഒരുമിച്ച് വചനധ്യാനത്തിലേക്ക് ശ്രദ്ധയെ തിരിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ വളരെ സുപരിചിതമായ വചനമാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം. നാം പലപ്പോഴായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദ ഭാഗമാണ് 12-ാം അധ്യായം. 12-ാം അധ്യായത്തിൽ 5-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ശ്രദ്ധയോടെ സഭ പ്രാർത്ഥന കഴിച്ചു പോന്നു. ഈ ദിവസങ്ങളിൽ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഓരോ കുടുംബങ്ങളെയും നാം അവരോട് സംസാരിക്കുമ്പോൾ, അവരോട് നാം ഇടപെടുമ്പോൾ ഓരോരുത്തരിൽ നിന്നും നാം കേൾക്കുന്ന ഒരു വിഷയമാണ് ശ്രദ്ധയില്ലായ്മ എന്നുള്ളത്. അതായത് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ശ്രദ്ധ മാറിപ്പോവുകയാണ്. വചനം വായിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധ ലഭ്യമാകുന്നില്ല, ശ്രദ്ധ മാറിപ്പോവുകയാണ്. പഠിക്കാനിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധ ഇല്ല. മറ്റു പല കാര്യങ്ങളും ചിന്തിക്കുകയും മറ്റു പല കാര്യങ്ങളിലും അവരുടെ മനസ്സ് മാറിപ്പോവുകയും ഡൈവേർട്ടായി പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാധനയ്ക്ക് ഒരുപക്ഷെ പോകുമ്പോഴും ശരീരം ആ ആലയത്തിൽ ഇരിക്കുമ്പോഴും മനസ്സ് അവിടെ ഇല്ല, ശ്രദ്ധയില്ല. മനസ്സ് മറ്റ് പലയിടങ്ങളിലാണ്. നമുക്കറിയാം, നാം വാഹനം ഓടിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ ഇല്ല എങ്കിൽ അത് വലിയ അപകടത്തിന് കാരണമായിത്തീരും. നാം കൊച്ചു കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുമ്പോഴാകട്ടെ ശ്രദ്ധയില്ല എങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടിന് കാരണമായിത്തീരും. ഓരോ മേഖലയിലും നാം വർക്ക് ചെയ്യുന്ന ഇടങ്ങളിലാകട്ടെ ആ വർക്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ല, ശ്രദ്ധ കിട്ടുന്നില്ല എങ്കിൽ നമുക്കൊരു സക്സസ് ആ ഇടങ്ങളിൽ ഉണ്ടാകുവാനായി കഴിയത്തില്ല. എന്നതുപോലെയാണ് അതിപ്രധാനമായ ഒരു വിഷയമാണ് ശ്രദ്ധയില്ലായ്മ എന്നുള്ളത്. ഇന്ന് യുവജനങ്ങളാകട്ടെ, മുതിർന്നവരാകട്ടെ, സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, അവരൊക്കെ ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന ഒരു അതിപ്രധാന വിഷയമാണ് ശ്രദ്ധയില്ലായ്മ. ഇവിടെ നാം വായിച്ചത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആത്മീകമായി ഈ വിഷയത്തെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എ ഡിസ്ട്രാക്റ്റിംഗ് സ്പിരിറ്റ് എന്നുള്ളതാണ്. എ ഡിസ്ട്രാക്റ്റിംഗ് സ്പിരിറ്റ്, നമ്മളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിച്ച് കളയുന്ന, ഒരു വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുവാൻ കഴിയാതെ വണ്ണം ഇഹലോകത്തിൽ ഒരുപക്ഷെ നാം ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളായിരിക്കാം, നാളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട വിഷയങ്ങളെ ഓർത്തുള്ള ആ ചിന്തകളായിരിക്കാം, ഇന്ന് എന്ന ദിനത്തിൽ എന്തൊക്കെ കമ്മിറ്റ്മെൻറ്റുകളുണ്ട് അതെങ്ങനെ തീർക്കുമെന്നുള്ള ഭാരമായിരിക്കാം. അപ്പോൾ ഓരോ മേഖലകളിലും ഈ ഡിസ്ട്രാക്റ്റിംഗ് സ്പിരിറ്റ്, അതായത് എബ്രായ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ, എബ്രായ ലേഖനം 12-ാം അധ്യായമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ അവിടെ
നമ്മുടെ കണ്ണുകൾ ഒരിടത്ത് പതിയണമെന്നും ഒരാളെ നോക്കണമെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. അത് മറ്റാരെയുമല്ല, ദ ഓതർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ നായകൻ ആൻഡ് പൂർത്തീകരിക്കുന്നവൻ, ഫിനിഷ് ചെയ്യുന്ന ആൾ, ആ യേശുവിനെ നോക്കുക. എന്നിട്ട് അടുത്തതായി പറയുന്നത് ഒരു വലിയ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ യേശുവിൽ തന്നെ നോക്കണം ശ്രദ്ധയോടെ. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ നോക്കിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ഈ ഓട്ടം ഓടുന്ന ആൾക്കും, നമ്മളൊക്കെ ഒരു ഓട്ടക്കളത്തിലാണ് ആത്മീകമായി നാം ആമെ പറയുമ്പോൾ, എന്നാൽ ഈ ഓട്ടം ഓടുന്ന ആൾ ഓടുമ്പോൾ തൻ്റെ ശ്രദ്ധ ആ ഫിനിഷിംഗ് പോയിൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ, ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ പല കാഴ്ചകൾ ഇടത്തും വലത്തുമായി ഉണ്ട്. നമ്മൾ ഡിസ്ട്രാക്റ്റായി, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ അവിടെയും ഇവിടെയും ഒക്കെ പതിഞ്ഞു പോകുമ്പോൾ ഓട്ടത്തിൻ്റെ വേഗത കുറയുവാനിടയായിത്തീരും. ഇന്ന് അനേകർക്ക് മുൻപോട്ട് പോകുവാൻ, ആത്മീകമായി മുൻപോട്ട് ചുവടുകൾ വെക്കുവാൻ, പ്രാർത്ഥിപ്പാൻ, വിശ്വാസത്തിൽ മുന്നേറാൻ, ഓടാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ശ്രദ്ധ ആമേൻ ഒരു കേന്ദ്ര ബിന്ദുവിൽ, ഒരു ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും നമ്മുടെ ശ്രദ്ധ ആമേ മാറിപ്പോകുമ്പോഴാണ്, വ്യതിചലിച്ചു പോകുമ്പോഴാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ, അവരുടെ ആ ഒരു ശ്രദ്ധ അവരുടെ പ്രൈം മോട്ടോയിൽ നിന്നും വ്യതിചലിച്ചു പോകുമ്പോഴാണ് അവരുടെ ശ്രദ്ധ മാറിപ്പോകുന്നത്, ഒരു ഡിസ്ട്രാക്റ്റിംഗ് സ്പിരിറ്റ്. എന്നാൽ വചനം ഇങ്ങനെ പറയുന്നത്, എന്നാൽ നീതിമാൻ്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥനയെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, ആമേൻ. യാക്കോബിൻ്റെ ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പോകുന്നു. എന്നാൽ ആ ശ്രദ്ധ എന്ന വിഷയത്തെ ദുഷ്ടതയുടെ മേഖലകൾ ആ ശ്രദ്ധയില്ലായ്മ ഇടുവാൻ തക്കവണ്ണം, വചനത്തെ ശ്രദ്ധയോടെ ശ്രവിക്കാൻ കഴിയാതെ, പ്രാർത്ഥനയിൽ ശ്രദ്ധ തരാതെ, വചനധ്യാനത്തിൽ ശ്രദ്ധ തരാതെ, ഒരു പ്രൈം മോട്ടോ, ഒരു കേന്ദ്രബിന്ദു, അതിൽ നമുക്ക് ശ്രദ്ധ തരാതെ മറ്റ് പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ആ പ്രൈം മോട്ടോയിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് കളയാൻ നോക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, ശുശ്രൂഷ മേഖലയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, ഓരോ ജോലി മേഖലകൾക്കകത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ, ഞാൻ ആരാധിക്കുമ്പോൾ ശ്രദ്ധയോടെ ആരാധിപ്പാൻ, ഞാൻ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധയോടെ അത് കേൾപ്പാൻ, ഞാൻ വചനം വായിക്കുമ്പോൾ ശ്രദ്ധയോടെ അത് വായിപ്പാൻ. കർത്താവേ, എന്നിൽ ഒരു അശ്രദ്ധയുടെ ഒരു ഡിസ്ട്രാക്റ്റിംഗ് സ്പിരിറ്റ് എവിടെയെങ്കിലും വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശ്രദ്ധയോടെ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ ഓരോ മേഖലകളും, ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ ടാസ്കുകളും, അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നതാകട്ടെ, പഠിക്കുന്നതാകട്ടെ, അവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന എവരി സ്പിരിറ്റുകൾ, എല്ലാ തലങ്ങളും എല്ലാ മേഖലകളും യേശുവിൻ നാമത്തിൽ മുറിയപ്പെടട്ടെ. കർത്താവേ, ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ, ശ്രദ്ധയോടെ
പഠിപ്പാൻ, ശ്രദ്ധയോടെ വചനം ധ്യാനിപ്പാൻ, ശ്രദ്ധയോടെ അശ്രദ്ധയോടെ അല്ല, ശ്രദ്ധയോടെ ആമേൻ മുന്നേറാൻ കർത്താവ് ഞങ്ങളെ ഈ പ്രഭാതത്തിൽ അതിന് വേണ്ടുന്ന ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് അശ്രദ്ധയുണ്ടാക്കുന്ന സകല മേഖലകളെയും അതിൻ്റെ പിൻപിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധ മാറ്റിക്കളയുന്ന ഡിസ്ട്രാക്റ്റിംഗ് സ്പിരിറ്റുകൾ കൊണ്ടുവരുന്ന അങ്ങനെയുള്ള മേഖലകളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. കർത്താവെ, വചനം വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിപ്പാൻ, പഠിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കാൻ, ഓരോ തലങ്ങളിലും ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധയോടുകൂടെയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും, വളരെ ഫലിക്കും. ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാൻ, ശ്രദ്ധയോടെ ചുവട് വെക്കാൻ, ശ്രദ്ധയോടെ മുന്നേറാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഒരു കോൺസെൻട്രേഷൻ, ഒരു സെൻറ്റർ പോയിന്റ്, ഒരു കേന്ദ്ര ബിന്ദു, ഒരു ഒരു മേഖല ഞങ്ങൾക്ക് കർത്താവേ, ഒരു ഫോക്കൽ പോയിന്റ് ഞങ്ങൾക്കങ്ങ് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിലങ്ങ് നൽകണമേ, ഞങ്ങളുടെ ചിന്തകളിൽ നൽകണമേ, ഞങ്ങളുടെ കണ്ണിൽ നൽകണമേ. ഞങ്ങളുടെ കണ്ണുകൾ ഡിസ്ട്രാക്റ്റ് ആകാൻ അനുവദിക്കരുതേ, ഞങ്ങളുടെ ഹൃദയം ഡിസ്ട്രാക്റ്റ് ആകാൻ അനുവദിക്കരുതേ. ശ്രദ്ധയോടെ ചുവട് വെക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്നു. ഇറങ്ങേണ്ട ഇടത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി. ദൂതൻ ഇറങ്ങി. അസാധ്യമെന്ന് പറഞ്ഞത് സാധ്യമായി. ശ്രദ്ധയോടെ പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ശ്രദ്ധയോടെ മുന്നേറാൻ ദൈവം നമുക്ക് കൃപ തരേണ്ടതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ആയിരിക്കുന്ന ഇടങ്ങളിൽ അതരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിച്ചേ. അന്യഭാഷകളിൽ പ്രാർത്ഥിപ്പാൻ വരം ലഭിച്ചവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ. എനിക്കറിയാം ഇന്ന് തലമുറ, ഇന്നത്തെ ഓരോ മേഖലകളിലും ഓരോ കുടുംബങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇതിനെ പ്രാർത്ഥിച്ച് നമ്മൾ ജയമെടുക്കണം. ശ്രദ്ധ 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 അത് ഏറ്റവും അനിവാര്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിലേക്കുള്ള നോട്ടത്തിൽ നിന്ന് ഞങ്ങളെ വ്യതിചലിപ്പിക്കുന്ന എല്ലാ ഡിസ്ട്രാക്റ്റിംഗ് സ്പിരിറ്റുകളെയും ബ്രേക്ക് ചെയ്യുന്ന കർത്താവേ, അങ്ങയോട് ചേർന്ന് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ശ്രദ്ധയോടെ ഓരോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ പഠനത്തിന് ശ്രദ്ധ ദൈവം കൊടുക്കണം. അങ്ങനെ ഓരോ മേഖലകളിലും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ കോൺസെൻട്രേഷനുകളെ ഡൈവേർട്ട് ചെയ്യുന്ന റാഞ്ചൽ പക്ഷികളെ, മേഖലകളെ, അതിനെല്ലാം ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശ്രദ്ധയോടെയാകം കഴിപ്പാൻ ഞങ്ങളെ അധികം ദൈവം സഹായിക്കണം. ഇന്ന് ഈ മോർണിംഗ് ഡിവോഷനിൽ ജോയിൻ ആയിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവ് ആ കൃപ പകർന്നതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളും തന്ത്രങ്ങളും അതിനെയെല്ലാം യേശുവിൻ നാമത്തിൽ ഈ മോർണിംഗിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. കർത്താവെ, ഈ ഓരോ മേഖലകളും കർത്താവിൽ ആശ്രയിച്ച് ചുവട് വെക്കുന്ന ഓരോ മേഖലകളിലും വലിയ സക്സസ് ഉണ്ടാകട്ടെ. കർത്താവെ, അങ്ങത് ചെയ്യാൽ നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ യാചനയും അങ്ങ് കേട്ടതിനാൽ സ്തോത്രം. കർത്താവെ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക, ശ്രദ്ധയോടെ മുന്നേറാൻ, ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ അതിനു വേണ്ടുന്ന ദൈവീക ആ കൃപ ഞങ്ങളുടെ മേൽ ഇന്ന് പകർന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് എല്ലാവരും